യുറേനിയം റഷ്യയുടെ കൈകളിൽ. ആകാശം തൊടുന്ന 60% സമ്പുഷ്ടീകരണം. ആണവ രഹസ്യങ്ങൾ പുടിന്റെ മാത്രം കൈകളിലേക്ക് ഒതുങ്ങുന്നുവോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും യുറേനിയം സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണം നിർത്തണം, അത് പുനർനിർമ്മാണത്തിന് പാടില്ല എന്ന് അമേരിക്ക വാശി പിടിക്കുമ്പോൾ അതിന്റെ രംഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് പുടിൻ അല്ലെങ്കിൽ റഷ്യ രംഗത്തെത്തുകയാണ്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ആണവ പ്രതിസന്ധി വീണ്ടും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള അടുത്ത കാല ഫോൺ സംഭാഷണം പുതിയൊരു ഭൗമരാഷ്ട്രീയ വഴിത്തിരിവിന് വഴിയൊരുക്കുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ പുടിൻ തയ്യാറാണെന്ന് അറിയിച്ചതോടെയാണ് ഈ ഒരു ചർച്ചയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. എന്നാൽ നിർദ്ദേശം അമേരിക്കൻ ഭാഗം നിരസിച്ചതോടെ ഒരു വലിയ നയതന്ത്ര അവസരം നഷ്ടമായോ എന്ന ചർച്ചകൾ ഉയരുകയാണ്. ഇറാൻ ദീർഘകാലമായിട്ട് സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ അതിന്റെ ആണവ പദ്ധതി ദേശീയ അഭിമാനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും ഈ പ്രതീകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള അവകാശം ഇറാൻ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇതിനെ സുരക്ഷാ ഭീഷണിയായിട്ട് കാണുകയായിരുന്നു ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യ മുന്നോട്ട് വെച്ച നിർദ്ദേശം കൂടുതൽ പ്രസക്തമാകുന്നത്. റഷ്യയുടെ നിലപാട് ഒരു സാധാരണ ഇടപെടലല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ തുലനാക്ഷമായിട്ട് സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. ഇറാനിൽ നിന്നുള്ള സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയം ഏറ്റെടുത്ത് അത് സിവിലിയൻ ആണവ റിയാക്ടറുകൾക്കുള്ള ഇന്ധനമാക്കി മാറ്റാം എന്ന നിർദ്ദേശം സംഘർഷം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ ഒരു വിശ്വസ്തതയുള്ള മധ്യസ്ഥൻ എന്ന നിലയിൽ റഷ്യ ഉയർത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ റോസാറ്റം പോലുള്ള റഷ്യൻ ആണവ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളും ഉണ്ടെന്നത് നിസ്സംശയം പരിഗണിക്കാം. ഇറാൻ റഷ്യ ബന്ധം ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ശക്തമാകുന്നത് ശ്രദ്ധേയമാണ്. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കെതിരെ പരസ്പരം പിന്തുണ നൽകുന്ന ഒരു തന്ത്രപരമായിട്ടുള്ള സഖ്യമായിട്ട് ഈ ഒരു ബന്ധം വളരുകയാണ്. സെർജറി ലാവ്റോവ് പോലുള്ള നേതാക്കളുമായിട്ട് ഇറാൻ വിദേശകാര്യ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചകൾ, അതായത് അബ്ബാസ് അരാഗ്ചി നടത്തിയ കൂടിക്കാഴ്ചകൾ ഈ ഒരു ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയെക്കാൾ കൂടുതൽ റഷ്യ വിശ്വസിക്കുന്ന ഇറാൻ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിശ്വസ്തനായ ഒരു കൂട്ടാളിയെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയം ശേഖരത്തിന്റെ സ്വഭാവവും ഈ ഒരു വിഷയത്തെ കൂടുതൽ ഗൗരവമേറിയതാക്കുന്നുണ്ട്. 3.6% നിന്ന് 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിലവിലുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. 60% സമ്പുഷ്ടീകരണം ആയുധ നിലവാരത്തിലേക്ക് ഏകദേശം 90% എത്താൻ വളരെ അടുത്ത ഘട്ടമായതിനാൽ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണ്. എന്നാൽ ഈ ഒരു ശേഖരം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റുന്നതിലൂടെ ഒരു സുരക്ഷിത ഇടനില സൃഷ്ടിക്കാനാകുമെന്നതാണ് പുടിന്റെ വാദം. എന്നിരുന്നാലും അമേരിക്ക ഈ ഒരു നിർദ്ദേശം നിരസിച്ചതോടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നയതന്ത്ര മാർഗം അടഞ്ഞുവെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ട്രംപ് ആദ്യം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ ഇടയാക്കാം. ഒരേ സമയം രണ്ട് വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുമെന്ന അമേരിക്കൻ ഭരണകൂടം ഒരു വ്യക്തമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നിലപാട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു എന്നും വ്യക്തമാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം ഒരു സാധാരണ രാഷ്ട്രീയ ബന്ധമല്ല, മറിച്ച് ആഗോള ശക്തി സമത്വത്തിൽ ഒരു നിർണായക ഘടകമായിട്ട് മാറുകയാണ്. പരസ്പരം വിശ്വാസവും തന്ത്രപരവുമായിട്ടുള്ള സഹകരണവും കൊണ്ട് ഈ ഒരു ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകാധിപത്യ സ്വാധീനത്തിന് ഒരു പ്രത്യുത്തരമായിട്ട് ഇത് ഉയരുന്നുണ്ട്. അവസാനമായിട്ട് ഇറാന്റെ ആണവ പ്രശ്നം ഇനി ഒരു പ്രാദേശിക വിഷയമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിന്റെ ഹൃദയഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് ഭാവിയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ തന്നെ നിർണ്ണയിക്കും. റഷ്യയുടെ മധ്യസ്ഥ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു സമവായത്തിനുള്ള വഴി തുറന്നേക്കാമെന്നും എന്നാൽ അതൊരു നഷ്ടപ്പെട്ട അവസരമായിട്ട് മാറിയിരിക്കാമെന്നും വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ രംഗത്തെത്തുമ്പോൾ വീണ്ടും ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. അമേരിക്ക തുടരുന്ന ഉപരോധം യുദ്ധത്തിന് തുല്യമാണെന്നും ഇറാന്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉപരോധം നീക്കിയില്ല എന്നുണ്ടെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന പ്രസിഡന്റിന്റെ അന്ത്യശാസനം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു വശത്ത് അമേരിക്ക യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയെ തീർക്കാൻ ഇറാൻ നിൽക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വ മേഖലയിൽ പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ പുതിയ സന്ദേശവും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായിട്ട് ഇറാൻ പുതിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതായും ഭാവിയിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് സ്ഥാനം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു വാക്ക് മാത്രമല്ല, അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യം കൂടിയാണ്. കാരണം ഇറാന്റെ പ്രഹരം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അത്രമേൽ പ്രഹരമുള്ള ഇറാന്റെ വാക്കുകളും ഇറാന്റെ ആക്രമണങ്ങളും ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അയൽ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സമാധാനവും സാമ്പത്തിക പുരോഗതിയും കൈവരിക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്നും എന്നാൽ അമേരിക്കൻ സാന്നിധ്യം മേഖലയെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്നും ഖമേനി കുറ്റപ്പെടുത്തി. ഇറാൻ മിസൈൽ ആണവശേഷികളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് സമാധാന ചർച്ചകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാന് മേൽ വീണ്ടും ആക്രമണം ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത്. ഇതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിനിടയിലേക്ക് റഷ്യ ഒരു പുതിയ മുന്നറിയിപ്പായിട്ട് വരുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് അടുത്ത ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടായിരിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ പറയുമ്പോൾ യുദ്ധത്തിന്റെ കാഠിന്യം എത്രത്തോളമാണെന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചർച്ചകൾ സ്തംഭിച്ചതോടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുതിയ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ അമേരിക്ക ഇറാൻ പോര് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യ കൂടി വന്നു കഴിഞ്ഞാൽ അതിഭയാനകമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും പിന്നീട് സംഭവിക്കുക. എന്തായാലും നിലവിൽ സംയുക്ത ആക്രമണം തുടങ്ങാനുള്ള പദ്ധതിയിലാണ് അമേരിക്കയും ഇസ്രയേലും ഉള്ളത്. എന്നാൽ അത്തരമൊരു ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ മാത്രമായിരിക്കില്ല, ഇറാന്റെ മുമ്പിലായിട്ട് റഷ്യയും കാണും. അങ്ങനെ റഷ്യൻ രംഗത്തെത്തിക്കഴിഞ്ഞാൽ റഷ്യയും ഇറാനും അമേരിക്കയും ഇസ്രയേലും ആണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് മാറും. റഷ്യയ്ക്കൊപ്പം ചൈനയും ഉത്തര കൊറിയയും ഏത് നിമിഷവും വരാം. മാത്രമല്ല റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് അതൊരു വെറും വാക്കല്ല. റഷ്യയും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാക്കുകളും നിലപാടുകളിലും ഉറച്ചു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് റഷ്യ പറയുമ്പോൾ ആ യുദ്ധം ഏത് തലത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യ രംഗത്തെത്തി കഴിഞ്ഞാൽ ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അമേരിക്കയും ഇസ്രയേലും റഷ്യയുടെ മുന്നിൽ അടിപറയുകയല്ലാതെ വേറെ വഴിയില്ലാത്ത പോലെ നിലനിൽക്കും. എന്നിരുന്നാലും ഈ യുദ്ധം എത്രത്തോളമായിരിക്കും ജനങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവുക എന്നത് കണ്ടു തന്നെ അറിയണം. ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമായിരിക്കുമ്പോൾ ലോകത്തെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഈ ഒരു സംയുക്ത ആക്രമണത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിക്കായിരിക്കും റഷ്യ മുതിരുക. എന്തായാലും റഷ്യയുടെ ആണവായുധത്തിനോ മിസൈലുകൾക്കോ മുന്നിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷെ എത്രത്തോളമായിരിക്കും അമേരിക്ക അതിൽ നിലകൊള്ളുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. റഷ്യയുടെ ഭീഷണിക്ക് മുന്നിൽ അമേരിക്ക വീഴുമോ ഇസ്രയേൽ വീഴുമോ എന്നത് ഇനി നോക്കിക്കാണാം.